മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നും ജീവിക്കുന്നവനായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായി ലോകമെമ്പാടുമുള്ള മലയാളി നേഴ്സസിന് ഈശോ തന്നിരിക്കുന്ന ഈ അനുഗ്രഹീത മണിക്കൂറിലേക്ക് എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മാസത്തിലെ 2ാമത്തെ ആഴ്ച, തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന ദിവസം. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് ബഹുമാനപ്പെട്ട റെനി പുല്ലുകാലായിൽ അച്ഛനാണ്. സങ്കീർത്തനങ്ങൾ 119-105 പറയുന്നത് പോലെ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഹൃദയം നിറയെ ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലെ സൗഖ്യദായകമായ ഉപകരണങ്ങളാക്കി നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കരങ്ങളൊന്ന് കൂപ്പിയും കണ്ണുകളടച്ച് ഈ തിരഞ്ഞെടുപ്പിനെ ആദരിച്ച്, ദൈവമേ, അയോഗ്യരും ബലഹീനരുമായ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനോർത്ത് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് എഴുത്തുമാരുടെ കൂട്ടായ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ വിളിയെക്കുറിച്ച്, ഞങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ കർത്താവേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നയിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ, കുടുംബത്തെ കർത്താവിൻ്റെ പക്കലേക്ക് നയിക്കുവാൻ, ശുശ്രൂഷ മേഖലയിൽ കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ദാഹിച്ചു മോഹിച്ചു കാത്തിരിക്കുന്നു പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദാഹിക്കുന്നവർ എൻ്റെ അടുക്ക വരട്ടെ. എല്ലാവരും വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. ഈ ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നതിൽ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. അങ്ങയുടെ മനസ്സ് നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായി കർത്താവ് തന്നിരിക്കുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൽ 19 മുതലുള്ള തിരുവചനങ്ങൾ. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ജോസഫ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതനുസരിച്ച് മോശ ജോസഫിൻ്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോയി. ജോസഫ് അവരോട് പറഞ്ഞിരുന്നു, ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങളോട് കൂടെ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അസ്ഥികളും നിങ്ങളോട് കൂടെ കൊണ്ടുപോകണം. അടിമത്തത്തിൻ്റെ നാട്ടിലാണെങ്കിലും വിജാതീയ ദേശത്താണെങ്കിൽ പോലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ മനസ്സിൽ കണ്ടുകൊണ്ട്
വരും നാളിലുള്ള ഒരു പുറപ്പാട് അനുഭവത്തെയും കാനാൻ ദേശത്തെയും അബ്രാഹത്തിനും ഇസ്ഹാക്കിനെയും യാക്കോബിനും ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളെയും മനസ്സിലോർത്തുകൊണ്ട് വിശ്വാസത്തോടുകൂടി ജോസഫ് പറഞ്ഞു, എൻ്റെ അസ്ഥികളും നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നമ്മൾ സ്ഥിരത ഉള്ളവർ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നമ്മൾ സ്ഥിരത ഉള്ളവർ ആയിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ പ്രത്യാശ? ഒരു പഠനം കഴിഞ്ഞ് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണോ നമ്മുടെ പ്രത്യാശ? നല്ലൊരു ശമ്പളം കിട്ടി ഒരു കുടുംബജീവിതവുമായി സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളതാണ് പ്രത്യാശ? 2-3 മക്കളുണ്ടായി, മക്കൾ പഠിച്ച് അവർ നല്ല രീതിയിലാകണം, ഇതാണോ പ്രത്യാശ? ഇതൊക്കെ പ്രത്യാശയാണ്. പക്ഷേ ഈ പ്രത്യാശയൊക്കെ ഒരു 50-100 വർഷം കഴിയുമ്പോൾ തീർന്നു പോകും. ഇതൊക്കെ സമയബന്ധിതമായ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ് നമ്മൾ പ്രത്യാശ വെക്കേണ്ടത്? എന്ത് പ്രത്യാശയാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്? അതാണ് ജോസഫ് പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ അസ്ഥികൾ നിങ്ങൾ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി ഈശോ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ കൊണ്ടുപോകുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങൾ ഈശോ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പത്രോസ് ഒരു വഞ്ചിയും വള്ളവുമായിട്ട് ഇരിക്കാനല്ല, 2 വള്ളം നിറഞ്ഞ മീനുമായിട്ട് ഇരിക്കാനല്ല, ഇപ്പോഴത്തെ ഇവിടുത്തെ എന്തെങ്കിലും ശുശ്രൂഷയുമായിട്ട് ഇരിക്കാനല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രത്യാശ നിത്യജീവനിലുള്ള പ്രത്യാശയാണ്. ഈ ജീവിതത്തിൻ്റെ അവസാനം നമ്മുടെ എല്ലാ അധ്വാനത്തിനും നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം തരുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഈ ചെറിയവരിൽ ഒരുവന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം തരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു അതിന് പ്രതിഫലം തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതിഫലം നമുക്ക് കിട്ടും. ആ പ്രത്യാശയാണ് നമ്മളെ നയിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഭൂമിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും തകർന്നടിഞ്ഞു പോയാലും, പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലതും സംഭവിച്ചാലും, അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അഭിവൃദ്ധി ലഭിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായാലും, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ ഈ പ്രത്യാശ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റിയാൽ, രോഗത്തിനപ്പുറത്തേക്ക് ഒരു നിത്യജീവൻ്റെ ഒരു അഭിഷേകം, സാമ്പത്തിക ഞെരുക്കത്തിനപ്പുറത്തേക്ക് ദൈവം തരുന്നൊരു വാഗ്ദാനത്തിൻ്റെ പ്രത്യാശ, കഷ്ടപ്പാടുകൾക്കും തെറ്റിദ്ധാരണയ്ക്കും അപ്പുറത്തേക്ക് എന്നെ പരിപൂർണമായി മനസ്സിലാക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, എന്നെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. അത് നിത്യതയിലാണ്. 50-60 വർഷമല്ല, നിത്യതയോളം ദൈവത്തോട് കൂടെയായിരിക്കാനുള്ള വിളി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് തന്നെ അർത്ഥം. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വളർച്ചയിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് അതിൻ്റെ ഒരു പരിശീലനമുണ്ട്. അതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ 37 മുതലുള്ള അധ്യായങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ദൈവം താൻ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം, ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു സ്വപ്നം കൊടുത്ത് ആ സ്വപ്നത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഉടനടി ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് അവൻ്റെ സഹോദരന്മാർ അവനെ വെറുത്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ന്യായമായും ചിന്തിക്കാം, ദൈവം തിരഞ്ഞെടുത്ത, ദൈവം ദർശനം കൊടുത്ത ഈ വ്യക്തിയെ എന്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കിക്കൂടാ? എന്തുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്നില്ല? ഇത് ശിഷ്യത്വത്തിൻ്റെ പരിശീലന വഴികളാണ്. ജോസഫിനെ അവൻ്റെ സഹോദരന്മാർ കൂടുതൽ വെറുത്തും. 37-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ സഹോദരന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി. വരുവിൻ, നമുക്കവനെ കൊന്ന് കുഴിയിലെറിയാമെന്ന് പറഞ്ഞ് സ്വന്തം സഹോദരനെ കൊല്ലാൻ വേണ്ടി സഹോദരന്മാർ ഗൂഢാലോചന നടത്തുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി, ദൈവം ഒരു ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ച വ്യക്തിയെ ഇതാ സഹോദരന്മാർ കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുന്നു. എങ്കിലും ദൈവം കൈവിടുന്നില്ല. റൂബനിലൂടെ ദൈവം ഇടപെട്ടു. കൊലപാതകം മാറ്റി മറിച്ച് പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയാണ്. ദർശനം കണ്ടവനെ പിന്നീട് നമ്മൾ കാണുന്നത് പൊട്ടക്കിണറ്റിലാണ്. പൊട്ടക്കിണറ്റിലാണെങ്കിലും ജോസഫിന് സ്വാതന്ത്ര്യമുണ്ട്. ഇരിക്കാം, കിടക്കാം, നിൽക്കാം, ആരോടും അനുവാദം ചോദിക്കേണ്ട. അവന് സ്വാതന്ത്ര്യം ഈ പൊട്ടക്കിണറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിലാണെങ്കിൽ പോലും, ചുരുങ്ങിയ സ്പേസിലാണെങ്കിൽ പോലും ജോസഫിന് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല. 37-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യമായപ്പോൾ വചനപ്രകാരം പഠിപ്പിക്കുന്നു, അപ്പോൾ കുറേ മിദിയാൻ കച്ചവടക്കാർ ആ വഴി വന്നു. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് വിറ്റു. പ്രൈസ് ദി ലോർഡ്. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഇപ്പോൾ അവന് നഷ്ടപ്പെട്ടു. അവൻ്റെ വില സഹോദരന്മാർ കണ്ടത് 20 വെള്ളിക്കാശാണ്. 20 വെള്ളിക്കാശിന് സഹോദരന്മാർ വിറ്റു. ദൈവം ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തിക്ക് ലോകം കൊടുക്കുന്ന വില എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു 20 വെള്ളിക്കാശാണ്. യേശുവിന് പോലും അത് 30 വെള്ളിക്കാശായിരുന്നല്ലോ. 20 വെള്ളിക്കാശിന് വിറ്റു. അവനെ അടിമയായി അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഞെരുക്കത്തിൽ നിന്ന് ഞെരുക്കത്തിലേക്ക് ജോസഫ് പോവുകയാണ്. തുടർന്നുള്ള അധ്യായങ്ങളിൽ 39-ാമത്തെ അധ്യായം ആകുമ്പോഴേക്കും ഈ അടിമയായ ജോസഫിനെ ഇസ്മായേലിയർ പൊത്തിഫറിന് വിൽക്കുകയാണ്. പൊത്തിഫർ ഈ ജോസഫിനെ വിലയ്ക്ക് വാങ്ങി സ്വന്തം വീട്ടിൽ ദാസനാക്കി, ശുശ്രൂഷനാക്കി. അവിടെ വെച്ച് ജോസഫിലൂടെ ദൈവം പൊത്തിഫറിനെ അനുഗ്രഹിക്കുന്നു. 39-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി പൊട്ടക്കിണറ്റിലാണെങ്കിലും അവിടെ നിന്ന് അടിമത്തത്തിലേക്ക് പോയാലും അവൻ്റെ അടിമത്വം അവനിലൂടെ പ്രവർത്തിക്കുന്നതിന് ദൈവത്തിന് തടസ്സമല്ല. അവൻ അടിമയായിരിക്കുമ്പോഴും ദൈവം തൻ്റെ ഉദ്ദേശം നിറവേറ്റുകയാണ്. ഹല്ലേലൂയ. ഒപ്പം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി അടിമയായിട്ടാണ് കൂടെയുള്ളതെങ്കിൽ പോലും ആ വ്യക്തിയുടെ സാന്നിധ്യം വഴി ഇതാ പൊത്തിഫറിന് ശ്രേയസ് ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കർത്താവ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ഒരു ഹോസ്പിറ്റലായിരിക്കുക, ഒരു ക്ലിനിക്കിലായിരിക്കുക, എവിടെ ആയിക്കോട്ടെ, ഒരു പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നമ്മളൊരു അടിമയെ പോലെ ജീവിക്കാതിരിക്കാം. കഷ്ടപ്പാട്, ഞെരുക്കം, രാത്രിയിൽ ഡ്യൂട്ടി, പകൽ ഡ്യൂട്ടി, അധ്വാനിച്ച് മടുത്തു. അടിമയെപ്പോലെ ആണെങ്കിൽ പോലും അടിമയായ ജോസഫിനെ ഓർത്ത് ദൈവം പൊത്തിഫറിനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രിയപ്പെട്ടവരെ ജോസഫ് വിശുദ്ധനായതുകൊണ്ടാണ്, ജോസഫ് ദൈവത്തോട് ചേർന്നിരുന്ന വ്യക്തിയായതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആതുര ശുശ്രൂഷ മേഖലയിൽ, നേഴ്സിംഗ് മിനിസ്ട്രിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സാധാരണ ശുശ്രൂഷകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ സാന്നിധ്യം വഴി നമ്മുടെ ഹോസ്പിറ്റലിനെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ അടുത്ത് വരുന്ന രോഗികളെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കും. അബ്രഹത്തോട് കർത്താവ് പറഞ്ഞില്ലേ, ഈ ദേശത്തെ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ദേശം ഞാൻ നശിപ്പിക്കില്ലായിരുന്നുവെന്ന്. ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ചില ഭൂഖണ്ഡങ്ങളിലേക്ക്, രാഷ്ട്രങ്ങളിലേക്ക് കർത്താവ് നമ്മളെ പറഞ്ഞു വിടുമ്പോൾ ആ ദേശം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി 10 നീതിമാന്മാരുടെ സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദേശത്തിന് വേണ്ടി നിലവിളിക്കാൻ വേണ്ടി ആയിരിക്കും ഒരുപക്ഷെ കർത്താവ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടാവുക.
ഇപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന നീതിമാന്മാരായ അനേക നഴ്സുമാരെ ഓർത്തിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ യൂറോപ്പിൻ്റെ മേൽ, ഈ വിദേശ രാജ്യങ്ങളുടെ മേലൊക്കെ ഒരുപക്ഷെ ദൈവം തൻ്റെ അഗ്നി ഇറക്കാത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവവിളി എന്ന് പറയുന്നത് ഒരു ആശുപത്രിയുടെ ശുശ്രൂഷ, അത് ഏറ്റവും മിനിമം ശുശ്രൂഷയാണ്. അതിനപ്പുറത്തേക്ക് നമ്മളിലൂടെ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ. ഈ ദൗത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ പൊട്ടക്കിണറുകളും നമ്മുടെ അടിമത്തങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. വചനം പഠിപ്പിക്കുന്ന പോലെ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ജോസഫിനെ ഓർത്ത് പൊത്തിഫറിൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി വന്ന ആ കാലഘട്ടത്തിലാണ് ജോസഫിന് പാപകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യ പ്രലോഭനമായിട്ട് വന്നു. പക്ഷേ സമൃദ്ധിയുടെ മധ്യേ ജോസഫ് ദൈവത്തെ മറന്നില്ല. ജോസഫ് പറഞ്ഞു 39-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചു. പിന്നീടുള്ള കാര്യത്തിൽ നമുക്കറിയാം. ജോസഫ് 39-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ അവർ ജോസഫിനെ രാജാവിൻ്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗൃഹത്തിലാക്കി. പ്രൈസ് ദി ലോർഡ്. പൊട്ടക്കിണറ്റിൽ നിന്ന് അടിമത്തത്തിലേക്ക്, അടിമത്തത്തിൽ നിന്ന് അപമാനത്തിലേക്ക്, നാണക്കേടിലേക്കും, തൻ്റെ യജമാനൻ അംഗീകരിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഇതാ ഇരുണ്ട അറയിൽ കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കഴിച്ചുകൂട്ടി. ഹല്ലേലൂയ. 21-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പൊത്തിഫറിൻ്റെ ഭവനത്തിൽ അവനെ ഓർത്ത് ദൈവം പൊത്തിഫറിനെ അനുഗ്രഹിച്ചപ്പോഴും ജോസഫ് കാരാഗൃഹത്തിലായിരുന്നപ്പോഴും ജോസഫിൻ്റെ കൂടെ ഉള്ളത് കർത്താവാണ്. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. പിന്നീട് ആ തടവറി വെച്ചാണ് ജോസഫിന് ദർശനമുണ്ടാകുന്നു. ജോസഫിൻ്റെ ദർശനം ഫറവോ അംഗീകരിക്കുന്നു. ഫറവോയ്ക്ക് ശേഷം ആ ദേശത്തുള്ള അടുത്ത, ഫറവോ കഴിഞ്ഞാലുള്ള അടുത്ത നേതാവായി കർത്താവ് ഈ ജോസഫിനെ നിയോഗിച്ചു. എന്നിട്ട് 45-ാം അധ്യായത്തിൽ 5 മുതൽ വാക്യങ്ങളിൽ സഹോദരന്മാരൊക്കെ തിരിച്ചു വരുമ്പോൾ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ ഇവിടെ വിറ്റതിനോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ വന്നത്. ഈ വിദേശ രാഷ്ട്രത്തിൽ വന്ന് കഷ്ടപ്പെടാൻ നമുക്ക് മനസ്സുണ്ടായിരുന്നില്ലായിരിക്കാം. കുടുംബത്തിൽ ഭർത്താവിൻ്റെയും മക്കളെ കൂടെ ജീവിക്കാനായിരിക്കും മനസ്സുണ്ടാവുക. നമ്മുടെ നാടിൻ്റെ സമാധാനത്തിൽ സമാധാനമായി ജീവിക്കാനായിരിക്കും മനസ്സുണ്ടായിരിക്കുക. പക്ഷേ എന്നെ ഇവിടെ വിറ്റതിനെ ഓർത്ത് വിഷാദിക്കേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാഷ്ട്രങ്ങളിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ദേശത്ത് ജീവൻ നിലനിർത്താൻ വേണ്ടി കർത്താവാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. നമുക്കറിയാം, ഈ ദേശങ്ങളിൽ സമ്പത്തിൻ്റെ പ്രശ്നമില്ല, ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമില്ല. പിന്നെ എന്തിൻ്റെ ജീവനാണ്? നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ഈ ലോകത്തിൽ കാണുന്നതും കേൾക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു മരണമുണ്ടെന്നും മരണത്തിനപ്പുറത്തേക്ക് നന്മ തിന്മകൾക്ക് പ്രതിഫലം തരുന്ന നീതിയുടെ വിധിയാളനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തേണ്ടി വരുമെന്നുള്ള പ്രത്യാശയിലേക്ക്, ആ ജീവനിലേക്ക് ഈ ജനത്തെ നയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ഇങ്ങോട്ട് നയിച്ചത്. ഹല്ലേലൂയ. ഭാരതനാട്ടിൽ യേശുവിനെ അറിയാതെ എന്നൊരു കാലഘട്ടത്തിൽ തോമസ് ലീയെ കർത്താവ് അങ്ങോട്ട് അയച്ചത് ഈ ജീവനെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രാൻസിസ് സേവ്യറെ കർത്താവ് അങ്ങോട്ട് അയച്ചത് ഈ ജീവനെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പോർച്ചുഗീസ് മിഷണറിമാരെയും യൂറോപ്പിലെ മിഷണറിമാരെ അയച്ചത്, എല്ലാ മിഷണറിമാരിലൂടെ കർത്താവ് ചെയ്തത് ഈ ജീവനെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ജോസഫ് അതുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന അധ്യായമാകുമ്പോഴേക്കും 50-ാം അധ്യായത്തിൽ ജോസഫ് സഹോദരങ്ങളോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. ഇപ്പോഴത്തെ സമൃദ്ധിയല്ല, ഇതിനപ്പുറത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടുത്തെ സമൃദ്ധിയെക്കുറിച്ചല്ല, മരിച്ചു കഴിഞ്ഞിട്ടാണേ പോലും എൻ്റെ അസ്ഥി കർത്താവിൻ്റെ ദേശത്തേക്ക് കൊണ്ടുപോകണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വ്യത്യസ്ത ദിക്കുകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ശമ്പളത്തിലോ ഇപ്പോഴുള്ള സമൃദ്ധിയിലോ മാത്രം ലക്ഷ്യമിട്ടാൽ പോരാ. അതിനപ്പുറത്തേക്ക്, ഇതിനപ്പുറം സ്വർഗത്തിലേക്ക് ഒരു പ്രത്യാശ വേണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞില്ലേ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആത്മശോധന ചെയ്യാം. ഈ നിമിഷം എൻ്റെ കർത്താവ് എന്നെ വിളിച്ചാൽ, ഈ നിമിഷം എൻ്റെ കർത്താവ് എന്നെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ ഞാൻ എന്താണ് നേടിയിട്ടുള്ളത്? ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചു, ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ടു, എന്നിട്ടും മരണനിമിഷത്തിൽ എൻ്റെ കർത്താവ് എന്നെ നോക്കി ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് പറയുന്നൊരു ദുരന്തമുണ്ടാകുമ്പോൾ, കർത്താവ് ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ, ജോസഫ് പൊട്ടക്കിണറ്റിലും പൊത്തിഫറിൻ്റെ വീട്ടിലും തടവറയിലും ദൈവത്തോടു കൂടെ ആയിരുന്നതുപോലെ കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ ഞങ്ങളുടെ അസ്ഥികളും വിശുദ്ധരുടെ അസ്ഥികളായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വിശുദ്ധിയുടെ ഉന്നതമായൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് നൽകുന്നില്ലെങ്കിൽ ആർക്കും സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് തന്നില്ലെങ്കിൽ ആർക്കും അത് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. പരിശുദ്ധാത്മാവേ, പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, വിശുദ്ധി ജീവിക്കാൻ, സാക്ഷിയായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെയും വിശുദ്ധരാക്കണമേ. എല്ലാ നഴ്സുമാരെയും, ലോകം മുഴുവൻ 2 കോടിയിലധികം എല്ലാ നഴ്സുമാരെയും, നഴ്സസ് മിനിസ്റ്ററുമായി പ്രവർത്തിച്ച് അധ്വാനിക്കുന്ന സകലരെയോ വിശുദ്ധരാക്കി മാറ്റണമേ കർത്താവേ. ഹൃദയത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരായി തീരാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാം എവിടെയായിരുന്നാലും ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയാലും അതെല്ലാം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് റെനി അച്ഛനിലൂടെ നാം മനസ്സിലാക്കിയല്ലോ. നമ്മുടെ ഈശോ തന്ന ഈ വചന അഭിഷേകത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, നമ്മെപ്പോലെയുള്ള നഴ്സുമാർക്ക് മനുഷ്യ ഹൃദയങ്ങളെ മനസ്സിലാക്കുവാൻ, ആ ഹൃദയത്തിന് മുറിവുണക്കുവാൻ എത്രയെത്ര അവസരങ്ങളാണ് ഈശോ തന്നിരിക്കുന്നതല്ലേ. ഈ സാധ്യതകൾ മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്യുന്ന ഒരു നഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഡോളി. ഞാൻ അബുദാബിയിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഞാൻ നഴ്സായിട്ട് 20 വർഷമായെങ്കിലും 10 വർഷമായി ഈശോയെ കൂടുതൽ അറിയാൻ തുടങ്ങിയിട്ട്. കാരണം ഇവിടെ ഒരു നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയുണ്ട്. അതിലൂടെയാണ് ഈശോയുടെ സ്നേഹം ഞാൻ ഒത്തിരി അറിഞ്ഞത്. ഈശോയെ കൂടുതൽ അറിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഒരു ക്യാൻസർ രോഗിയെ എൻ്റെ വാർഡിൽ കൊണ്ടുവന്നു. അവർ ഒത്തിരി അത്യാഹന്ന സ്റ്റേജിലായിരുന്നു, അങ്ങ് അവസാനത്തെ സ്റ്റേജിലായിരുന്നു. അവരെ റൂമിലോട്ട് കൊണ്ടുപോയി കട്ടിലോട്ട് ട്രാൻസ്ഫർ കംഫർട്ടബിളായിട്ട് കിടത്തിയതിന് ശേഷം ഞങ്ങൾ റൂമിൽ നിന്നും പുറത്തിറങ്ങി. സാധാരണ രോഗികളുടെ അടുത്ത് കയറുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും. എങ്കിലും ക്യാൻസർ രോഗികളുടെ അടുത്ത് കയറുന്നതിന് മുമ്പ് കുറച്ചധികം പ്രാർത്ഥിക്കും. കാരണം മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരോട് എന്താണ് ഈശോയെ പറയുക, എങ്ങനെ പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക, എങ്ങനെയാണ് അവരെ സാന്ത്വനപ്പെടുത്തുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അമ്മയെയും ഈശോയെയും കൂടെ പിടിക്കും. കൂടത്തിൽ കയറി വരണമേ എന്ന് യാചിക്കും. അങ്ങനെ അമ്മയെയും ഈശോയെയും കൂടത്തിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ആ റൂമിൽ കയറി. അവൾ ഉറങ്ങുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് തിരിച്ചു പോരാമെന്ന് കരുതി. എങ്കിലും ഓർത്തു അവളുടെ കിടക്കയുടെ അരികിൽ നിന്ന് മൗനമായി നിന്ന് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഞാൻ കിടക്കയുടെ അരികിൽ മൗനമായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ
അവൾ എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ എന്ന്. ഞാൻ പറഞ്ഞു, അതെ. അപ്പോൾ ഉടനെ അവൾ ചോദിച്ചു, നീ ക്രിസ്ത്യൻ ആണോ കാത്തലിക് ആണോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ കാത്തലിക്കാണ്. ആ മകൾ പറയുകയാണ്, മാതാവിനെയും ഈശോയെയും മുറുകെ പിടിക്കണം, മാതാവും ഈശോയുമാണ് നമുക്കെല്ലാം, നിൻ്റെ മരണം വരെയും ഈ വിശ്വാസത്തിൽ നിന്ന് നീ പുറത്തു പോകരുത് എന്ന്. ആ മകളിലുള്ള തീഷ്ണതയും ഈശോയോടുള്ള ഒത്തിരിമായി സ്നേഹവും കണ്ടുകൊണ്ട് ഞാൻ മകളോട് ചോദിച്ചു, നീ ഏതു മതത്തിൽ വിശ്വസിക്കുന്നു എന്ന്. അപ്പോൾ അവൾ പറയുകയുണ്ടായി, എനിക്ക് മതമില്ല, ഞാൻ എല്ലാ മതത്തിലും പോകുന്നുവെന്ന്. അങ്ങനെ ഞാൻ പക്ഷേ ജനിച്ചതും വളർന്നതും എല്ലാം കാത്തലിക്കായിട്ടാണ്. കാത്തലിക് സ്കൂളുകളിൽ പഠിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ കൈകൾ പിടിച്ച് ഞാൻ സ്കൂളുകളിൽ പോയി. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പല രാജ്യങ്ങളിൽ ജോലി നോക്കിപ്പോയി. അവിടെ പോകുമ്പോഴെല്ലാം ആ മതങ്ങളിൽപ്പെട്ട് ആ റിലീജിയനുമായിട്ട് ഞാൻ ഇടപെട്ടു പോയി. അതുകൊണ്ട് ഇപ്പോൾ റിലീജിയനൊന്നും എനിക്കില്ല എന്ന്. പക്ഷേ ഞങ്ങൾ ഏകദാന ദിവസങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ മകളുടെ ഇഷ്ടപ്രകാരം അവളുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ പള്ളിയിൽ നിന്ന് വൈദികനെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. അവൾ പറഞ്ഞു അവൾക്ക് വൈദികനെ കാണണം, സംസാരിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ വൈദികനെ കൊണ്ടുവന്നു. വൈദികനുമായിട്ടും അവൾ സംസാരിച്ചു. വൈദികൻ പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഈശോയെ അവൾ നെഞ്ചിലേറ്റി, നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിനുശേഷം ആ മകൾ വൈദികനോട് പറഞ്ഞു, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായി, ഇനി ഞാൻ മരിക്കുവാൻ തയ്യാറാണ് എന്ന്. എങ്കിലും അടുത്ത ദിവസം ഒരാഗ്രഹവും കൂടി ആ മകൾ പറഞ്ഞു, എൻ്റെ ജന്മനാടായ ഓസ്ട്രേലിയയിൽ എനിക്ക് പോകണം, എൻ്റെ മാതാപിതാക്കളെ കാണണം, എന്നിട്ട് മരിക്കണമെന്ന്. പക്ഷേ അതിന് ഒരു സാധ്യതയും ഇല്ലായിരുന്നു. ഡോക്ടേഴ്സ് ആരും ട്രാവൽ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു നേഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി കൈ കോർത്ത് പിടിച്ചു നിന്ന് മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ മകളും അവളുടെ സിസ്റ്ററുടെയും സ്വന്തം ഇഷ്ടപ്രകാരം ഡോക്ടർമാരുടെ അനുവാദമില്ലാതെ അവരിവിടെ നിന്നും യാത്രയായി. ആ സമയമെല്ലാം ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവൾ യാതൊരു കുഴപ്പവും കൂടാതെ അവരുടെ ജന്മനാടായി ഓസ്ട്രേലിയയിലെത്തി. മാതാപിതാക്കളെ കണ്ടു, സംസാരിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം അവൾ ഈ ലോകത്തിൽ നിന്നും യാത്രയായി. അതിനുശേഷം അവളുടെ മാതാപിതാക്കൾ എന്നെ വിളിച്ചിരുന്നു, എന്നോട് സംസാരിച്ചു. ആ മകളുടെ ആത്മാവിനെ ഈശോയിലേക്ക് നൽകിയതുകൊണ്ട് അവർ ഒത്തിരി സന്തോഷിച്ചു. ഇവിടുത്തെ ഒരു നേഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയും നേഴ്സുമാർ ചെയ്യുന്ന ജോലിയുടെ മഹത്വത്തെയും കുറിച്ച് അവർക്ക് ഒത്തിരി സന്തോഷമായി. അവർ ഇങ്ങനെയും കൂടി പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാ നേഴ്സുമാരും നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ 65-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കുമെന്ന്. അവൻ തൻ്റെ ശാശ്വതമായ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മകൾ ആഗ്രഹിച്ചിരുന്നു. ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ പൊന്നേശു എന്നെ ഒരു ഉപകരണമാക്കിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നഴ്സുമാരോട്, ലോകമെമ്പാടുമുള്ള നഴ്സുമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു രോഗി നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവളുടെ ശാരീരികമായ അവസ്ഥകൾ മാത്രം നോക്കുവാതെ അവരുടെ ആത്മാവിനെയും കൂടി നോക്കുക. അവരുടെ ആത്മാവിനെ ഈശോയിലോട്ട് കൊടുക്കുവാൻ നോക്കുക. നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കാതെ ഇരിക്കുക. എല്ലാ ആത്മാവിനെയും ഈശോയിലോട്ട് കൊടുക്കുക. അതിന് എല്ലാ നഴ്സുമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈശോയുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ എത്രയെത്ര ജീവിതങ്ങളെയാണ് നിരാശയുടെ കുഴിയിൽ നിന്നും പ്രത്യാശയിലേക്കും ദൈവസ്നേഹത്തിലേക്കും നമുക്ക് നയിക്കാൻ കഴിയുക. അതിനായി കരുണ നിറഞ്ഞൊരു ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും
യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.